അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ അയ്യപ്പേട്ടനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി പുള്ളിക്കാരനെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടൻ വന്നിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ഗീതു ആ കാഴ്ച കണ്ട് അലറി വിളിക്കുകയാണ്. പാവം ഗീതു ആ കാഴ്ച കണ്ട് പേടിച്ച് വിറച്ച് അലറി വിളിക്കുകയാണ്. അതെന്താണെന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? ആ കണ്ട കാഴ്ച എന്താണെന്നറിയാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയിലായിരിക്കും. എന്തായിരിക്കും ഗീതു കണ്ട കാഴ്ച? അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ്, മറന്നു പോകുന്നതിന് മുമ്പ് ഞാനങ്ങ് പറഞ്ഞേക്കാം, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വരുണും സുവർണയും കൂടി ഇങ്ങനെ ഒരിടത്ത് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വരുണ് രാധികാമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് രാധികാമ്മയോട് പറയുകയാണ്, അമ്മേ, നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഗോവിന്ദേട്ടനും ഗീതുവും തമ്മിൽ അകൽച്ചയിലാണെന്നല്ലേ? അവർ തമ്മിൽ ഒരു അകൽച്ചയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഗീതുവിൻ്റെ വയറ്റിൽ ഗോവിന്ദേട്ടൻ്റെ കുഞ്ഞ് ജനിക്കാനുള്ള ചാൻസും മിസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. ജീവൻ്റെ തുടിപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെ പറയുകയാണ് നമ്മുടെ വരുൺ. കാരണം ചെമ്പകശ്ശേരിയിൽ നിന്ന് ഗീതുവും ഗോവിന്ദേട്ടനും ഒട്ടിപ്പിടിച്ച് ഒരുമിച്ചാണ് അമ്മയെ പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഇതിൻ്റെ സാക്ഷിയായി നമ്മുടെ സുവർണ ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദേട്ടനെയും അജാസിനെയും തമ്മിൽ തെറ്റിച്ചാൽ മാത്രമേ നമുക്ക് ഗീതുവിനെ അപായപ്പെടുത്താനോ ഗീതുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടാനോ പറ്റുകയുള്ളൂ. പക്ഷേ ഗീതുവിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഒരു സൂത്രം നമ്മുടെ സുവർണയുടെ കയ്യിലുണ്ട്. പക്ഷേ എന്താണെന്ന് സുവർണ തന്നെ പറയും. പക്ഷേ സുവർണ തന്നെ പറഞ്ഞാലും ആദ്യം ഗീതുവിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അജാസിനെ തൂത്തെറിയേണ്ട ആവശ്യമുണ്ട്. അതേക്കുറിച്ചൊക്കെ നമ്മുടെ സുവർണ തന്നെ അമ്മയോട് പറയും എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ അങ്ങ് സുവർണയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ സുവർണ ഫോൺ എടുത്തിട്ട് പറയണേ, ഹലോ മാം, ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല മാം, നമുക്ക് ഗോവിന്ദ് സാറും അതുപോലെ അജാസും തമ്മിലുള്ള സ്നേഹത്തിന് വിള്ളലുണ്ടാക്കണം. അതിനെ പറ്റിയൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്താ സുവർണേ, എന്തായാലും നീ ഒന്ന് വ്യക്തമായിട്ട് പറയൂ. മാം, അത് മറ്റൊന്നുമല്ല, അജാസും ഗീതുവുമാണ് എവിടെ പോയാലും ഒരുമിച്ച് പോകുന്നത്. എപ്പോഴും നോക്കിയാലും അവരെ തമ്മിൽ ഒരുമിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ തമ്മിലൊരു കഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദ് സാറ് അത് വിശ്വസിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രാധികാമ്മ പറയണേ, നിർത്തടി, എത്ര മോശമായിട്ടാണ് നീ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നാലുണ്ടല്ലോ ചെകിട് പൊളക്ക അവൻ തരും എന്നിങ്ങനെ പറയാണ്. അതല്ല മാം, ഗോവിന്ദ് സാറും ഗീതുവും കൂടി തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അതേസമയം അജാസും ഗീതുവും ആണെങ്കിലുണ്ടല്ലോ അവർ നല്ല ജോഡികളാണ്. അപ്പോൾ അവരെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എളുപ്പം അത് ഗോവിന്ദ് സാറിൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കും എന്നൊക്കെ പറയണം. ആ രീതിയിൽ നമ്മൾ ഗോവിന്ദ് സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ കുറച്ച് തെളിവുകളും നമുക്ക് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റും. കാരണം എപ്പോഴും അവർ തമ്മിൽ അടുത്ത് ഒരുമിച്ചാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. രാധികാമ്മ പറയണേ, ഇനി മേലാൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിൻ്റെ നാവിൻ തുമ്പത്തുനിന്ന് വീണാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നേ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലടി എന്നിങ്ങനെ പറയണം. അതിനുശേഷം പറയണേ, നീ എന്താ പറഞ്ഞത്? കണ്ണനും ഗീതുവും തമ്മിൽ ജോഡികളല്ലെന്നോ? അവരെ തമ്മിൽ നല്ല ജോഡികളാണെന്നാണല്ലോ കാണുന്നവരെല്ലാവരും പറയുന്നത്. എടി, നീ അങ്ങനെ പറയത്തുള്ളൂ. നീ എന്താ നീ ഈ പ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നിൻ്റെ കാര്യത്തിൽ നീ അത് ചിന്തിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുവർണയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ പറയുകയാണ്, നീ ക്ലിയർ അല്ലാത്തത് കൊണ്ട് നിനക്ക് ഇങ്ങനെ മാത്രമേ എല്ലാവരെക്കുറിച്ചും പറയാൻ കഴിയൂ. മേലാൽ നിൻ്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരങ്ങൾ വന്നേക്കരുത്. വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നീ ഇനി ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ രാധികാമ്മ ഫോൺ കട്ട് ചെയ്യുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സുവർണ എന്താ പറയുന്നത്, സുവർണ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വന്നത്. സുവർണ ആകെ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. അതേസമയത്ത് രാധികാമ്മ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ സുവർണ പറഞ്ഞതുപോലെ കണ്ണൻ്റെ കുഞ്ഞു വല്ലതും ഇനി ഗീതുവിൻ്റെ വയറ്റിൽ ജനിക്കുമോ? ഏയ് ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. എൻ്റെ പ്രിയമോളുടെ കുഞ്ഞ് മാത്രമായിരിക്കണം ഇവിടെ അവകാശി, കണ്ണൻ്റെ ഒരു കുഞ്ഞ് വേണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം
രാധികാമ്മ ആലോചിക്കുകയാണ്, അല്ല ഇനി ഗീതു രഞ്ജു അവൻ്റെ അനിയത്തിയാണെന്നുള്ള സത്യം ഇനി ഗീതു അങ്ങാനും പറഞ്ഞു കൊടുത്തു കാണോ കണ്ണനോട്? മിക്കവാറും കണ്ണൻ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് രാധികാമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഗോവിന്ദിന് രഞ്ജു സ്വന്തം പെങ്ങളാണ് എന്നുള്ള സത്യം അറിയില്ലെന്നാണ് പുള്ളിക്കാരത്തി ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്, ഗീതു അതായത് ഗോവിന്ദിൻ്റെ പെങ്ങളാണ് രഞ്ജു എന്നുള്ള സത്യം ഗോവിന്ദിനോട് പറഞ്ഞു കാണുമെന്ന്. പറയാൻ എന്തായാലും സാധ്യതയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? അവളെ അതിന് ബ്ലോക്ക് ചെയ്യിക്കണം, ഗോവിന്ദനോട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് പ്രിയമോളെ തന്നെ മുൻനിർത്തി കളിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദും ഗീതുവും കൂടി വരുന്ന സമയത്തിന് പ്രിയമോള് നല്ല രീതിയിൽ അവിടെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഗീതുവിന് തൽക്കാലം സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇതായിരിക്കണം നമ്മുടെ രാധികാമ്മ അങ്ങനെ പറയുന്നത്. എന്തായാലും അങ്ങനെയാണ് നമ്മുടെ രാധികാമ്മ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും പ്രിയമോളെ ഇളക്കി വിടണം എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അതേ സമയത്ത് പ്രിയമോളുണ്ടല്ലോ, എൻ്റെ പൊന്നെ, അവിടെ കിടന്ന് ആകെപ്പാടെ തകർക്കുകയാണ്. ഗോവിന്ദേട്ട പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രേഖേച്ചി. പണ്ട് ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ മരിക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ എത്ര സമയമായി, ഇതിനെ വെച്ച് ഏട്ടൻ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ ഉടനെ രേഖ പറയണേ, എൻ്റെ പ്രിയമോളെ, ഏട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടാവും, അതുകൊണ്ടായിരിക്കും. നീ ഒന്ന് സമാധാനപ്പെട്. കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ ഉടനെ തന്നെ വരും. ഇല്ല രേഖേച്ചി, എന്നെ അങ്ങനെ ഇപ്പോൾ സമാധാനിപ്പിക്കാനൊന്നും നിങ്ങൾ ആരും നോക്കണ്ട. ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇനി ഏട്ടൻ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ വീട്ടിൽ വരട്ടെ, വിനോദിൻ്റെ വീട്ടിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനോദ് പറയണം, അതെ പ്രിയമോള് പറഞ്ഞത് സത്യം തന്നെ. നമ്മളിവിടെ വന്നിട്ട് എത്ര സമയമായി? മുമ്പ് ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്ര നേരമായിട്ട് ഗോവിന്ദേട്ടന് വരാൻ തോന്നിയില്ലല്ലോ. ഇനി എന്നെയും പ്രിയമോളെയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രാധികാമ്മ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് രാധികാമ്മ പറയണേ, കണ്ണൻ്റെ സ്വഭാവമൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രിയമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പിരികേറ്റാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാഞ്ചന മനസ്സിൽ വിചാരിക്കണം, മാമി കറക്റ്റ് സമയത്ത് തന്നെ കളിക്കേണ്ട രീതി കളിക്കുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ രേഖ വീണ്ടും പറയണം, അങ്ങനെ അല്ലമ്മേ, അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് പറയുമ്പോൾ രാധിക പറയണം, എന്ത് തിരക്ക്? അവന് വേണമെങ്കിൽ വരണമെങ്കിൽ വരികയൊക്കെ ചെയ്യാം. പിന്നെ പ്രിയമോളെ കാണണ്ടെന്ന് തോന്നിക്കാണും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവനിപ്പോൾ എല്ലാത്തിനും രഞ്ജു ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രിയമോൾക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അപ്പോൾ പ്രിയമോള് പറയണം, ഇല്ലമ്മേ, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നാണം കെട്ട് നിൽക്കില്ല. ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തുമില്ല. എന്നെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ അങ്ങോട്ട് വരാൻ പറ. ഗോവിന്ദേട്ടൻ എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ വരാൻ പറ എന്ന് പറഞ്ഞിട്ട് പ്രിയമോള് നമ്മുടെ വിനോദിനെയും കൂട്ടി ഇറങ്ങുകയാണ്. പിന്നാലെ എല്ലാവരും കൂടി ചെല്ലുകയാണ്. പിന്നാലെ പ്രിയമോളെ പോവല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേഖയും രാധികാമ്മയും എല്ലാവരും കൂടി ചെല്ലുകയാണ്. അങ്ങനെ അവർ പോവാനായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഗോവിന്ദും ഗീതുവും മേലോട്ട് വരികയാണ്. മേലോട്ട് വരുമ്പോഴത്തേക്ക് ഗീതുവിനെയും ഗോവിന്ദിനെയും കാണുമ്പോഴത്തേക്ക് പ്രിയമോൾ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു വന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയമോളെ, നീ പോവാൻ പോവുകയാണോ? നീ എന്താ ഇപ്പോഴേ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക്, വേണ്ട ഗീതു ചേച്ചി, നിങ്ങൾ ആരും സംസാരിക്കണ്ട. ഞാനിവിടെ വന്നത് എപ്പോൾ വന്നതാണെന്ന് ഗീതു ചേച്ചിക്കറിയാലോ. ഇതിനാമച്ച് ഏട്ടൻ എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏട്ടനെ വിളിക്കാൻ തോന്നിയോ? ഇത്രയും രാവിലെ ഞാൻ വന്നിട്ട് ഈ സമയം വരെ ഏട്ടൻ എവിടെ പോയിരുന്നു? എന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നിയില്ലല്ലോ ഏട്ടന്. ഏട്ടൻ പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയുടെ ഭാണ്ഡക്കെട്ട് അഴിക്കുകയാണ് നമ്മുടെ പ്രിയ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗീതു ഇടയ്ക്ക് കയറി പറയും. അങ്ങനെ ഗീതു ഇടയ്ക്ക് കയറി പറയുകയാണ്, മോളെ പ്രിയേ, നിനക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. എനിക്ക് വേണ്ടി എന്തിനാ ചേച്ചി പോയത്? എൻ്റെ പ്രിയമോളെ, ഇത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം എടുത്ത് കാണിച്ചിട്ട് പറയണം, മോളെ ഇത് കണ്ടില്ലേ, നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേ, അതിനുള്ള ഡേറ്റ് എടുക്കാനാണ് ഞങ്ങൾ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കിയിട്ട് എപ്പാ എന്നിങ്ങനെ പതുക്കെ പറയുന്നു. അപ്പോൾ ഗീതു പറയണം, ഇങ്ങനെ ആക്കിയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്രിയമോൾക്ക് സന്തോഷമാണോ? ആണോ ചേച്ചി? എന്നാ ചേച്ചി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്? അത് അടുത്ത വ്യാഴാഴ്ച എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പക്ഷേ രേഖയ്ക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്, ഗീതു അല്ലേ ആള്. അങ്ങനെ നമ്മുടെ പ്രിയമോളോട് ഗോവിന്ദ് പറയണം, ഇന്ന് എന്തായാലും നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, നിങ്ങൾ എന്തായാലും പിണങ്ങി പോകാൻ ഇറങ്ങിയതല്ലേ, ഇന്നിപ്പോൾ ഇവിടെ നിന്നാൽ മതി. അപ്പോൾ ഉടനെ പ്രിയമോൾ പറയണം, അത് ഏട്ടാ, കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നൂടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ പണ്ടുള്ളവർ വെറുതെ പറയുന്നതല്ലേ, നീ വാ പ്രിയമോളെ. വിനോദേ, ഇന്ന് എന്തായാലും നിങ്ങൾ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രിയമോളെയും കൂട്ടി എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുന്ന സമയത്തിന് നമ്മുടെ രേഖ ഇങ്ങ് ഗീതുവിനെ വിളിക്കുകയാണ്.
അല്ല ഗീതു, നീ ഏത് ജോത്സ്യനെ കാണാനാ പോയത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പം നമ്മുടെ ഗീതു ഇങ്ങനെ ഒരു മൂക്കിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേഖ ചോദിക്കണം, എന്ത് ഗീതാഞ്ജലി ജോത്സ്യർ? എനിക്കപ്പോഴേ തോന്നി കള്ളത്തരം കാണിച്ചതാണല്ലേ എന്നിങ്ങനെ പറയണം. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അകത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗോവിന്ദ് നേരെ മുറിയിലേക്ക് വരികയാണ്. അതിനുശേഷം കാണിക്കുന്നത് പുള്ളിക്കാരൻ കുളിക്കുകയാണ്. വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് പുള്ളി എന്ത് ചെയ്യുന്നോ ടവലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ ഇട്ട് തുടയ്ക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഡാൻസിലൊക്കെയാണ്. പടകാളി ചണ്ടിച്ചങ്കിരി എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ആ പാട്ടൊക്കെ പാടിയിട്ടാണ് പുള്ളിക്കാരൻ ദേഹമൊക്കെ തുടയ്ക്കുകയാണ്. തുടച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കാരണം കാണിക്കുന്നത് ഫുൾ വിത്തൗട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. ഗീതു ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ ഗോവിന്ദ് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ പുള്ളി ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗോവിന്ദിനെ കണ്ടോടനെ നമ്മുടെ ഗീതു ഗോവിന്ദിനെ കണ്ടോടനെ എന്ന് പറഞ്ഞ് ഇതുപോലെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഗോവിന്ദ് ഗീതുവിനെ കണ്ടിട്ട് അങ്ങനെ അവർ 2 പേരും അലറുകയാണ്. എന്നിട്ട് അതിനുശേഷം ഗീതു ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഭയങ്കര പേടിച്ചു പോയി പുള്ളിക്കാരത്തി. അങ്ങനെ ഗോവിന്ദ് അപ്പോഴും ഉടനെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ടവൽ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര രസമായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ അങ്ങനെ നമ്മുടെ ഗീതു ഭയന്ന് വിറച്ച് പുറത്തേക്ക് ഓടുകയാണ്. പുറത്തിറങ്ങിയിട്ട് ഷോളും കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മറച്ചിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ഗീതുവിൻ്റെ വിളിയും കേട്ടിട്ട് നമ്മുടെ കാഞ്ചനയും രേഖയും കൂടെ ഓടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ രേഖ ചോദിക്കണം, എന്താ ഗീതു മോളെ, എന്തിനാണ് നീ കരഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയാണ്, ഗോവിന്ദ് മാമയെ അലറി കരയുന്നുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ കരഞ്ഞ് ബഹളം വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, അത് രേഖച്ചി ഞാൻ എന്തോ കണ്ടു പേടിച്ചു. അപ്പോൾ പിന്നെ ഗോവിന്ദേട്ടൻ എന്തിനാണ് കരഞ്ഞത്? അത് ഞാൻ പേടിച്ചത് കണ്ടപ്പോൾ ഗോവിന്ദേട്ടനും പേടിച്ചു. അങ്ങനെയാ 2 പേരും പേടിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേഖയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ രേഖ ഉടനെ കാഞ്ചനെ പോവാം എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയും വിളിച്ചിട്ട് നമ്മുടെ രേഖ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ നാണം കെട്ട് നാറി വിളിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ഗോവിന്ദ് പുറത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ഗീതുവിനെ കാണുമ്പോൾ ശരിക്കും ഗോവിന്ദിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദ് പറയണം, സോറി ഗീതു, സോറി, അറിയാതെ പറ്റിപ്പോയി എന്നിങ്ങനെ പറയണം. കണ്ണേട്ട ഇത് മനഃപൂർവ്വം ചെയ്തത് തന്നെ, എനിക്കറിയാം കണ്ണേട്ടനെ. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, എൻ്റെ ഗീതു, നിനക്ക് വാതിൽ തട്ടി വിളിച്ചിട്ട് കയറി വന്നൂടെ അകത്തേക്ക്? ഞാൻ അറിയുന്നോ നിങ്ങളവിടെ ടവൽ ഡാൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, അതങ്ങനെ പറ്റിപ്പോയി, സോറി, നീ ക്ഷമിക്ക് എന്നിങ്ങനെ പറയണം. ഇനിയിപ്പോൾ ക്ഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, കാണേണ്ടതെല്ലാം കണ്ട് പേടിച്ചില്ലേ എന്നിങ്ങനെ പറയുകയാണ് ഗീതു. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയാണ്, അതെ, എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 2 ദിവസത്തെ മനസ്സ് ഞാനിങ്ങനെ അറിയാതെ വിചാരിച്ചു, ഒരു പക്ഷേ ഇന്നത്തെ ആ സംഭവം ഉണ്ടല്ലോ, എനിക്ക് പറയാനുള്ളതിൻ്റെ ഒരു വേരായിരിക്കും എന്ന് പറയുകയാണ്. വേരോ? എന്ത് വേര്? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗീതു അടുത്ത് വന്നിട്ട്, പറ കണ്ണേട്ടാ, പെട്ടെന്ന് പറയാനുള്ള മറന്നു പോകുന്നതിന് മുമ്പേ പറയണേ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം, അത് എന്ന് പറയണം. അപ്പോഴത്തേക്ക് ഗീതു പറയണം, വേഗം പറ കണ്ണേട്ടാ എന്ന് പറഞ്ഞിട്ട് ഗീതു ഭയങ്കര ആകാംക്ഷയിലാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതെ, ഇന്ന് എനിക്ക് പറ്റിയ അബദ്ധം നാളെ നിനക്ക് പറ്റരുത് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദൻ, അതെ, ഞാൻ വാഷ്റൂമിൻ്റെ ഡോർ അടയ്ക്കാൻ മറന്നില്ലേ, അതുപോലെ നീ മറക്കല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ഗീതു, അയ്യേ, ഇതായിരുന്നോ ഇതീ പറയില്ലാത്ത വലിയ കാര്യമായിട്ട് വന്നത്, എന്നും പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സോങ്ങാണ് ഇട്ടിരിക്കുന്നത്, ആനച്ചന്തം, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആനച്ചന്തം അങ്ങനെ ഒരു സോങ് ഉണ്ടല്ലോ, ഒരു ഇന്നസെൻറ്റിൻ്റെ ഒരു സിനിമയിലെ ആ ഒരു പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ അയ്യപ്പൻ കയറി വരികയാണ്. അയ്യപ്പേട്ടൻ അങ്ങനെ വന്നിരിക്കുകയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ. അപ്പോൾ അയ്യപ്പേട്ടനെ കണ്ടിട്ട് നമ്മുടെ രേഖയും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനയൊക്കെ കാണുകയാണ്. അയ്യപ്പനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നാൾ അയ്യപ്പേട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ അയ്യപ്പനെ കണ്ടിട്ട് നമ്മുടെ ഗീതു ഓടി വരികയാണ്. എന്നിട്ട് അയ്യപ്പേട്ടനെ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, അയ്യപ്പേട്ടൻ തീർത്ഥാടനത്തിന് പോയിട്ട് വന്നിട്ടും ഈ വയറിന് മാത്രം ഒരു കുറവുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അയ്യപ്പന് ഭയങ്കര നാണം വരികയാണ്.
അപ്പോൾ ആ സമയത്തിന് രാധികാമ്മ താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇതെന്താ ബഹളമെന്നറിയാതെ രാധികാമ്മ ഇങ്ങനെ നോക്കുകയാണ്. പ്രിയമോളും വരുണും കൂടി വരികയാണ്. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പനെ കാണുമ്പോഴത്തേക്ക് രാധികാമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. രാധികാമ്മ വിചാരിക്കുകയാണ്, എല്ലാം തികഞ്ഞു, ഇനി ഇയാളുടെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികാമ്മ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അയ്യപ്പനാണെങ്കിൽ താടിയൊന്നുമില്ല, കഷായ വേഷത്തിലൊക്കെയാണ് അയ്യപ്പേട്ടൻ്റെ വരവ്. അപ്പോൾ ചെന്നിട്ട് രാധികാമ്മ പറയുകയാണ്. അപ്പോൾ രാധികാമ്മയെ കാണുമ്പോൾ അയ്യപ്പൻ ചോദിക്കുകയാണ്, രാധികാമ്മയ്ക്ക് സുഖം തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണു, എനിക്കിവിടെ ഒരു സുഖക്കുറവുമില്ല, തനിക്ക് ഇവിടുത്തെ സൗകര്യവും സുഖമൊന്നും പോരാഞ്ഞിട്ടല്ലേ താനിങ്ങനെ കൂടെ ദേശാടനത്തിനായിട്ട് ഓടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എന്നാലും അയ്യപ്പേട്ട ആരോടും ഒരു വാക്കുപോലും പറയാതെ എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഒരാളെടുത്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? അത് കുഞ്ഞെ, പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ ആരെങ്കിലും പോണ്ടെന്ന് പറഞ്ഞാലോ? അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, അല്ലേലും ഇങ്ങേർക്കുള്ളതാണല്ലോ 2 വർഷത്തിലൊരിക്കൽ ഇതുപോലൊരു പോക്ക് പോകുന്നത്, ഇതിപ്പം നല്ലപ്പോഴൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അയ്യപ്പൻ പറയുകയാണ്, ഞാൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഗണപതി ക്ഷേത്രങ്ങളിലും പോയി, എല്ലായിടത്തും പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, അതിന് അയ്യപ്പേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അധികം വൈകാതെ ഇവിടെ ഒരു കുഞ്ഞിക്കാല് വരും എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദൻ പറയുന്നത് ശരിക്കും പ്രിയമോളുടെ കുഞ്ഞിനെ പറ്റിയാണ്, പക്ഷേ നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.